എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ നിഞ്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജേസൺ സെർവർ കളക്ഷൻ ഒരു ലിങ്കിലൂടെ നമ്മുടെ പോസ്റ്റ്മാൻ പ്രൊഫൈലിലെ API കീ യൂസ് ചെയ്ത് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. ഒരു ജേസൺ സെർവർ കളക്ഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഈ വ്യൂ മോർ ആക്ഷൻസ് ഉള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷെയർ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ ജേസൺ സെർവർ കളക്ഷൻ എന്നുള്ള ഒരു പോപ്പപ്പ് കാണിക്കും. ഈ പോപ്പപ്പിനകത്ത് വയ API എന്നൊരു തേർഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഗെറ്റ് കളക്ഷൻ ജേസൺ യൂസിങ് കളക്ഷൻ ആക്സസ് കീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മാനേജ് കീസ് എന്നൊരു ലിങ്ക് കാണാം. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിന് പോസ്റ്റ്മാൻ പ്രൊഫൈലിനകത്ത് API കീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ആ മാനേജ് കീസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം API കീസ് എൻ്റെ ഒരു പ്രൊഫൈലിലേക്കാണ് പോയിരിക്കുന്നത്. ഈ പ്രൊഫൈലിനകത്ത് API കീസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നിലവിലൊരു API കീസും ഇല്ല. കളക്ഷൻ ലെവലിലും ആക്സസ് കീസ് ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ജനറേറ്റ് API കീ എന്നൊരു ബട്ടൺ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല API കീ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ആ ലിങ്കിൽ കൂടെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ വീണ്ടും ആ ജേസൺ സെർവർ കളക്ഷനിൽ നിന്നുള്ള ആ ഒരു പോപ്പപ്പിലേക്ക് വന്നു. ഇവിടെ ജനറേറ്റ് ന്യൂ കീ എന്നൊരു ബട്ടൺ കാണും. ഈ ജനറേറ്റ് ന്യൂ കീ എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പേ കണ്ട പ്രൊഫൈലിൽ കളക്ഷൻ്റെ അകത്ത് ഒരു API കീ ജനറേറ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ കളക്ഷൻ ആക്സസ് കീയുടെ സെക്ഷനകത്ത് കീസ് ഒന്നും കാണില്ല. പക്ഷെ നമ്മൾ വീണ്ടും ഈ ജനറേറ്റ് ന്യൂ കീയെ ക്ലിക്ക് ചെയ്യുന്നു. ജനറേറ്റ് ന്യൂ കീയെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ആക്സസ് കീ ഇവിടെ വന്നിട്ടുണ്ട്. ആ ആക്സസ് കീ മാസ്ക് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ മൗസ് പോയിന്റർ ഹോവർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ആക്സസ് കീ വിസിബിൾ ആവുള്ളൂ. അതൊരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഈ ആക്സസ് കീ ഉള്ള ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് യൂസ് ചെയ്ത് നമുക്ക് കളക്ഷൻ നമ്മൾ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ ഡെവലപ്മെൻറ്റ് ടീമിനോ ടെസ്റ്റിംഗ് ടീമിനോ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോപ്പി പോസ്റ്റ്മാൻ API URL എന്നുള്ള കോപ്പിയിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി ഇടുന്നു വന്നു. ഇനി ഇത് നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. ഈ കളക്ഷനിലേക്ക് ബാക്കിയുള്ളവർക്ക് അയച്ചാൽ അവർക്കും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ജേസൺ സെർവർ കളക്ഷൻ്റെ ലിങ്കാണ് API കീ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത API കീയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒന്നുകൂടെ ഈ പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ കളക്ഷൻ ആക്സസ് കീയുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ സമയം അനുസരിച്ച്. ഇതൊരു റീഡ് ഓൺലി ടൈപ്പായിട്ടാണ് ഈ നമ്മുടെ കളക്ഷൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് വേറെ ഒരാൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ നമ്മുടെ കളക്ഷനകത്ത് ചേഞ്ചസ് വരികയില്ല. അതുപോലെ തന്നെ ഈ ലിങ്ക്, അതായത് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ലിങ്ക്, ഇവിടെ ലിങ്ക് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലിങ്ക് എന്നുള്ള ടൈപ്പ് സെലക്ട് ചെയ്ത ശേഷം എൻ്റർ URL അകത്ത് ഞാൻ കോപ്പി ചെയ്ത ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് ഒരു ഇൻ്റർഫേസ് വരും. അത് ഞാൻ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി ഉള്ള കളക്ഷൻ അതേ പേര് തന്നെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് ഞാൻ ഇമ്പോർട്ട് കോപ്പി കൊടുക്കുന്നു. അപ്പം ആ API കീ യൂസ് ചെയ്ത ആ ലിങ്ക് വെച്ചുള്ള ജേസൺ സെർവർ കളക്ഷൻ നമ്മുടെ പോസ്റ്റ്മാൻ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ആകും. ഇങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ ഷെയർ ചെയ്ത ശേഷം നമുക്ക് ആ URL യൂസ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടും ചെയ്യാം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് 60 ഡേയ്സ് കഴിയുമ്പോൾ ഇനാക്റ്റീവ് ആയി പോകും. ഓട്ടോമാറ്റിക്കലി പോസ്റ്റ്മാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 60 ദിവസം നമ്മൾ ആ ലിങ്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഷെയർ ബട്ടൺ പിന്നെ ആ ലിങ്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് പോസ്റ്റ്മാനിൽ കൂടെ നമുക്ക് APIയുടെ ഡീറ്റെയിൽസ് ഫുൾ കളക്ഷൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വയ API എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾറെഡി കീസ് ഇല്ലെങ്കിൽ ജനറേറ്റ് ന്യൂ കീ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പോസ്റ്റ്മാൻ തന്നെ ജനറേറ്റ് ആവും. ആ കീസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മാനേജ് കീസ് എന്നുള്ള ലിങ്കിൽ കൂടെ പോയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.